നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര തന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ച് പിടിക്കാൻ ശ്രമിച്ചാലും ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ അനാശാസ്യ ബന്ധങ്ങൾ ഒരു കാരണവശാലും പൊതുജനത്തിന്റെ മുന്നിൽ നിന്നും മറച്ചു പിടിക്കാൻ സാധിക്കില്ല എന്നാണ് CPI തുറന്നടിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച കെ.ബി. ഗണേഷ് കുമാറിന്റെ വാളകത്തുള്ള സ്വന്തം വസതിയിൽ സ്വന്തം കിടപ്പുമുറിയിൽ മറ്റൊരു സ്ത്രീയുമായി അനാശാസ്യം നടത്തുന്നത് സ്വന്തം ഭാര്യ തന്നെ കണ്ടെത്തുകയും ഭാര്യ ആ ദൃശ്യങ്ങളെല്ലാം തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു എന്നുള്ള അതീവ ഗുരുതരമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാര്യയായ ബിന്ദു മേനോൻ നടത്തിയത്. ഇതേ തുടർന്ന് കേരള രാഷ്ട്രീയം അടിമുടി ആടിയുലയുന്ന കാഴ്ചയാണ് കണ്ടത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി തന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ വ്യഭിചാരം നടത്തി അല്ലെങ്കിൽ അനാശാസ്യ പ്രവൃത്തി നടത്തി എന്നുള്ളത് കേരളത്തിന്റെ പൊതുബോധത്തിന് നിരക്കാത്തത് തന്നെയാണ്. സദാചാര വിശുദ്ധിയില്ലാത്ത, സദാചാരത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒരു പൊതുപ്രവർത്തകനും നമ്മളെ നയിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് കേരളത്തിന്റെ പൊതുബോധം. പെണ്ണുപിടിയനായ വ്യഭിചാരിയായ ഒരു മന്ത്രി എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളോട് ധാർമ്മികമായ നീതി പുലർത്തുക? സ്വന്തം ഭാര്യയോട് പോലും നീതി കാണിക്കാത്ത ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് പൊതുജനങ്ങളോട് നീതി നടപ്പാക്കാൻ സാധിക്കുക, ധാർമ്മികമായ നീതി നടപ്പിൽ വരുത്താൻ കഴിയുക? ഇത് തന്നെയാണ് CPIയും ഇപ്പോൾ ചോദിക്കുന്നത്. പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീപീഡന വിഷയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. SFIയും DYFIയും അടക്കമുള്ള CPMും CPIയും അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ എല്ലാ നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ത്രീപീഡന വിഷയത്തിനെതിരെ ആഞ്ഞടിച്ചവർ തന്നെയായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സ്ത്രീപീഡന വിഷയം വന്നപ്പോൾ തന്നെ കേസ് വരട്ടെ, തെളിയിക്കട്ടെ, തെളിവുണ്ടാകട്ടെ എന്നൊന്നും നോക്കി നിൽക്കാതെ കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് CPMലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് BA ഈ തരുണത്തിൽ, അതായത് ഒരു പെണ്ണ് കേസിൽ സ്വന്തം ഭാര്യ തന്നെ അനാശാസ്യ പ്രവർത്തനത്തിന് സ്വന്തം ഭർത്താവായ മന്ത്രിയെ പൊതുജനത്തിന് മുന്നിൽ നിർത്തി തേജോവധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്രൂശിക്കുമ്പോൾ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് മന്ത്രിയെ പുറത്താക്കാൻ മുഖ്യമന്ത്രിയും CPMും തയ്യാറാകാത്തത് എന്ന ചോദ്യം തന്നെയാണ് CPI ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇനി ഒരു നിമിഷം പോലും കെ.ബി. ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് CPI പറഞ്ഞിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ MLAക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ലൈംഗിക പീഡന വിഷയങ്ങളെ പ്രതിരോധിക്കാനാവാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുന്നിൽ വിയർത്ത് നാറി നിൽക്കേണ്ട അവസ്ഥ വരും എന്ന് തന്നെയാണ് CPI ഉന്നയിച്ചിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നേതൃത്വം ഗണേഷ് കുമാറിന്റെ സ്വന്തം വീട്ടിലെ പരസ്ത്രീ ബന്ധവും അനാശാസ്യവും സ്വന്തം ഭാര്യ തന്നെ പുറത്തുവിട്ട തെളിവുകളുമായി തന്നെ കോൺഗ്രസ് പ്രതിരോധിക്കും. അതുകൊണ്ട് തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തലവേദനയാകും. അതുകൊണ്ട് ഗണേഷ് കുമാറിനെ കൂടെ കൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം രാജിവയ്പ്പിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് CPI തറപ്പിച്ചു പറഞ്ഞു. കടുത്ത തീരുമാനമെടുത്തിരിക്കുന്നു. കെ.ബി. ഗണേഷ് കുമാർ രാജിവെച്ചേ മതിയാകൂ എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് അല്ലെങ്കിൽ ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിലും CPMന്റെ മുന്നിലും CPI ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ ഇന്ന് ചേർന്ന മന്ത്രിസഭയിൽ പ്രവേശിച്ചതിലും CPI കടുത്ത അതൃപ്തിയും അമർഷവും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ഇക്കാര്യത്തിൽ ഇപ്പോഴും മൗനം പാലിക്കുന്നു. ഈ കാര്യത്തിൽ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. മന്ത്രി ഭാര്യയുമായി കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചു, മാപ്പ് പറഞ്ഞു എന്നൊക്കെ തരത്തിലുള്ള ഒഴിവ് കഴിവ് നയങ്ങളുമായി മുഖ്യമന്ത്രി ഗണേഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത്തരം ഒഴിവ് കഴിവുകളൊന്നും ഒരു കാരണവശാലും സ്വീകാര്യമല്ല. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ രാജിവെച്ചേ മതിയാവും. മുഖ്യമന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും രാജിവയ്പ്പിക്കണം എന്നുള്ള കർശനമായ ഉപാധി തന്നെയാണ് CPI മുന്നോട്ട് വച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ വെട്ടിലായിരിക്കുന്നു. ഒരു വേള കെ.ബി. ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ ഉയർത്തിക്കൊണ്ടുവന്ന സ്വന്തം വീട്ടിലെ പരസ്ത്രീകളുമായുള്ള കെ.ബി. ഗണേഷ് കുമാറിന്റെ അനാശാസ്യ വിഷയത്തിൽ ബിന്ദു മേനോനെ സമാശ്വസിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തന്നെയാണ് കെ.ബി. ഗണേഷ് കുമാറിനെ വിളിച്ച് വിവരം പറഞ്ഞത്. മന്ത്രിയായി തുടരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭാര്യയുമായുള്ള വിഷയങ്ങൾ, കേസുകൾ പറഞ്ഞൊതുക്കുക എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ.ബി. ഗണേഷ് കുമാറിന് താക്കീത് നൽകിയത്. അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം തെറിക്കും എന്ന് പറഞ്ഞു. മന്ത്രിസ്ഥാനം തെറിക്കും എന്ന് കണ്ടപ്പോഴാണ് തന്റെ വിശ്വസ്തനായ ബാലഗോപാലനെ, അതായത് ഗുരുവായൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് അംഗമായ കേരള കോൺഗ്രസ് B ഗ്രൂപ്പിന്റെ പ്രമുഖ നേതാവും കെ.ബി. ഗണേഷ് കുമാറിന്റെ ഏറ്റവും വലിയ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന ബാലഗോപാലനെ വിളിച്ച് ബിന്ദു മേനോനുമായി സംസാരിച്ച് ഒത്തുതീർപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു ഫോർമുല കെ.ബി. ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചത്. ബാലഗോപാലന്റെ പ്രേരണ നിമിത്തം തന്നെയാണ് ബിന്ദു മേനോൻ കെ.ബി. ഗണേഷ് കുമാറുമായി ഫോണിലൂടെയെങ്കിലും സംസാരിക്കാൻ തയ്യാറായത്. ഫോണിലൂടെ
കെ ബി ഗണേഷ് കുമാർ ബിന്ദു മേനോനോട് മാപ്പ് പറയുകയും പിന്നീട് ഒരു രാത്രി ഇരുണ്ട് വെളുത്തു കഴിഞ്ഞപ്പോൾ ബിന്ദു മേനോൻ പൊതുജന സമക്ഷം വന്നുകൊണ്ട് താൻ ഇന്നലെ ഒരു വൈകാരികമായ ആവേശത്തിന്റെ മുകളിൽ പറഞ്ഞു പോയതാണ്. കെ ബി ഗണേഷ് കുമാറിനോട് താൻ ക്ഷമിച്ചിരിക്കുന്നു. അദ്ദേഹം ക്ഷമ പറയുമ്പോൾ തനിക്ക് ക്ഷമിക്കാതിരിക്കാൻ സാധിക്കില്ല. താൻ തന്റെ ഭർത്താവിനെ അത്രയധികം സ്നേഹിക്കുന്നു. 13 വർഷത്തെ ദാമ്പത്യ ബന്ധം എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വിഷയം പറഞ്ഞ് ചിന്നിച്ചിതറിച്ച് ഇട്ടെറിഞ്ഞു പോകാൻ തനിക്കാവില്ല. അത്രത്തോളം താൻ കെ ബി ഗണേഷ് കുമാറിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ തന്നെ വിളിച്ചു ക്ഷമ ചോദിച്ചപ്പോൾ ആ പ്രശ്നം തീർന്നു. ഇനി മാധ്യമങ്ങൾ ഈ വിഷയം കൊത്തിപ്പൊക്കേണ്ടതില്ല, ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് ബിന്ദു മേനോൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത്. തീർച്ചയായും ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കളി തന്നെയായിരുന്നു. മന്ത്രിസഭയിൽ തുടരണം എന്നുണ്ടെങ്കിൽ, മന്ത്രിസ്ഥാനം തെറിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ നാറ്റക്കേസ് പറഞ്ഞൊതുക്കണം എന്ന് പിണറായി വിജയൻ തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിന് നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് മാത്രമാണ് കെ ബി ഗണേഷ് കുമാർ ബിന്ദുവിനെ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബിന്ദുവിന്റെ കയ്യിൽ കെ ബി ഗണേഷ് കുമാർ തന്റെ വീട്ടിൽ നടത്തിയ അവിഹിതത്തിന്റെ അനാശാസ്യത്തിന്റെ കൃത്യമായ ക്ലിപ്പുകൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ള വിവരവും ഗണേഷ് കുമാറിന് അറിയാം. അത് ഏതെങ്കിലും തരത്തിൽ പുറത്തു വരികയാണെങ്കിൽ തീർച്ചയായും തന്റെ രാഷ്ട്രീയ ഭാവിക്കെന്നല്ല, തന്റെ ജീവിതത്തിന് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടുകൂടി തന്നെയാണ് തന്റെ സുഹൃത്തായ ബാലഗോപാലിനെ നിയോഗിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം തെറിക്കാതിരിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ബിന്ദുവിന്റെ കാല് പിടിച്ച പ്രശ്നങ്ങൾ ഒതുക്കി തീർത്തത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ കെ ബി ഗണേഷ് കുമാർ ഒരു ആത്മഹത്യാ നാടകം നടത്തി എന്നൊക്കെയാണ് ബാലഗോപാൽ ബിന്ദുവിനെ ധരിപ്പിക്കുന്നതും. അങ്ങനെ മന്ത്രി ആത്മഹത്യ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പോൾ ബിന്ദു രമ്യതയിലെത്തിയത്, ക്ഷമിച്ചത് എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും CPI കെ ബി ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ കൃത്യമായി അന്ത്യശാസനം എന്ന പോലെ തന്നെയാണ് നിലപാടെടുത്തിരിക്കുന്നത്. കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കണം, കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കണം. ഇത്തരത്തോളം നാറ്റക്കേസ് ചുമന്നുകൊണ്ട് ഇനി പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് ചെന്ന് നിൽക്കാൻ തങ്ങൾ തയ്യാറല്ല. വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം ഈ പ്രശ്നം ഉതിർത്തും. UDF ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരും. അതിനെ പ്രതിരോധിക്കണം എന്നുണ്ടെങ്കിൽ ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം തെറിപ്പിക്കാതെ, ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം രാജിവെപ്പിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് കെ ബി ഗണേഷ് കുമാറിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനം തെറിപ്പിക്കണം, രാജിവെപ്പിക്കണം എന്ന് തന്നെയാണ് CPIയുടെ ആവശ്യം. എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക? മുഖ്യമന്ത്രി പതിവ് മൗനം തുടരുന്നതിനിടയിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.